Peace be upon you. You're watching a video from Yaqeen Institute for Youth Conversation in collab with sawajhub.com. ബിസ്മില്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ്. പ്രിയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം നവവിയുടെ 40 ഹദീസുകളിൽ 25ാമത്തെ ഹദീസ്. നമ്മൾ വീണ്ടും അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുവാണ്. ഹിജ്റ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം വലിയൊരു പുരുഷാരവം തന്നെ മദീനയിലേക്ക് മാർച്ച് ചെയ്തു വരുന്നത് കണ്ട് പട്ടണ നിവാസികൾ അന്തിച്ചു നിന്നു. പലവിധ വാഹനങ്ങളിലായും കാൽനടയായും ആബാലവൃദ്ധം ജനങ്ങൾ മദീനയിലെ തെരുവുകൾ പെട്ടെന്ന് തന്നെ കൈയടക്കി. കേളുകെട്ട അക്രമികളും ഭയം വിതയ്ക്കുന്ന കൊള്ളക്കാരുമായിരുന്ന ഗിഫാർ ഗോത്രക്കാരായിരുന്നു അതിലേറെയും. കൂട്ടത്തിൽ സമീപസ്ഥ ഗോത്രമായ അസ്ലംകാരുമുണ്ട്. ഇതാണ് മദീനക്കാരെ അസ്വസ്ഥരാക്കിയത്. എന്നാൽ അവരെ മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യക്തിയെ കണ്ടപ്പോഴാണ് ഏവർക്കും ശ്വാസം നേരെ വീണത്. അബൂദർ അൽ ഗിഫാരി എന്ന കഠിനാധ്വാനിയുടെ ഒറ്റയാൻ പോരാട്ടമായിരുന്നു ഈ ഇരു ഗോത്രങ്ങളെയും ഇസ്ലാമിലേക്ക് എത്തിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആദരപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഗിഫാരികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അസ്ലം ജനതയ്ക്ക് അല്ലാഹു രക്ഷ നൽകട്ടെ. അബൂദർ പിന്നെ മദീനയിൽ നിന്നും തിരികെ പോയില്ല. ഒരിക്കൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അബൂദറേ, എനിക്ക് ശേഷം പൊതുമുതൽ സ്വായത്തമാക്കുന്ന ഭരണാധികാരികൾ വന്നേക്കും. അന്ന് നീ എന്തു ചെയ്യും? അദ്ദേഹം പറഞ്ഞു: ഞാൻ എന്റെ വാളുകൾ കൊണ്ട് സംസാരിക്കും. റസൂല് തടഞ്ഞു: അരുത്, പരലോകത്ത് വെച്ച് നാം വീണ്ടും കണ്ടുമുട്ടും വരെ നീ ക്ഷമയോടെ ഇരിക്കണം, അതാണ് ഉത്തമം. ആ ഉപദേശം കല്ലിലെന്ന പോലെ അദ്ദേഹം ഹൃദയത്തിൽ കൊത്തിവെച്ചു. കാലം കഴിഞ്ഞു. അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമയുടെയും ഖിലാഫത്ത് കടന്നുപോയി. വറുതിയും പരിവട്ടവും നാടു നീങ്ങി. നീതിയും സമ്പന്നതയും ഇസ്ലാമിക ലോകത്ത് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഭരണാധികാരികളുടെയും കുബേരന്മാരുടെയും വീടുവീടാന്തരം കയറിയിറങ്ങിയ അബൂദർ തന്റെ മൂർച്ചയേറിയ നാവ് കൊണ്ട് പോരടിച്ചുകൊണ്ടിരുന്നു. ഐഹികതയുടെ വഞ്ചനാത്മകതയെക്കുറിച്ചും അവയുടെ പ്രലോഭനത്തിൽ വീണാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും നിരന്തരമായി വിളിച്ചു പറഞ്ഞു. ആയിടയ്ക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ പാതി പിന്നിട്ടപ്പോഴേക്കും രാജ്യത്ത് അസ്വാരസ്യങ്ങൾ തലപൊക്കി തുടങ്ങി. അതിന്റെ വിവിധ കാരണങ്ങളിലേക്കും പിന്നാമ്പുറങ്ങളിലേക്കും നമ്മൾ ഇപ്പോൾ ഇറങ്ങിച്ചെല്ലുന്നില്ല. വിഷയത്തിലേക്ക് മാത്രം വരാം. പ്രമുഖ സഹാബത്തിനെയും വിചക്ഷണന്മാരെയും മദീനയിൽ തന്നെ നിർത്താൻ ഉമർ റളിയല്ലാഹു അൻഹു പ്രത്യേകം ശാഠ്യം കാണിച്ചിരുന്നു. പക്ഷേ ആർക്കും എവിടെയും യഥേഷ്ടം സ്ഥലം മാറാം എന്നതായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട്. ഈ അവസരത്തിൽ അബൂദർ സിറിയയിലേക്ക് ജീവിതം പറിച്ചു നട്ടു. നാട്ടുകാർ ആഹ്ലാദത്തോടെ അദ്ദേഹത്തെ വരവേൽക്കുകയും ചെയ്തു. മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽക്ക് സിറിയയിലെ ഗവർണർ. അദ്ദേഹത്തിൻ്റെതുൾപ്പെടെ ആഡംബര ജീവിതം നയിക്കുന്ന മുഴുവൻ ആളുകളെയും അബൂദർ ചോദ്യം ചെയ്തു തുടങ്ങി. വല്ലദീന യക്നിസൂന അസ്ദഹബ വൽഫില്ലത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. തൗബയിലെ സമ്പത്ത് കൂമ്പാരമാക്കി അല്ലെങ്കിൽ നിധികളാക്കി വെക്കുന്നവരെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ വിമർശനം അബൂദർ ഒരു ചാട്ടുളി പോലെ ഉയർത്തിക്കൊണ്ടിരുന്നു. അത് ബനൂ ഇസ്രായേലുകളുടെ കാര്യത്തിൽ അവതരിച്ചതാണെന്നായിരുന്നു മുആവിയയുടെ നിലപാട്. അതല്ല, നമ്മുടെ കൂടി കാര്യത്തിലാണെന്ന് അബൂദറും ശക്തിയുക്തം വാദിച്ചു. സക്കാത്ത് കഴിച്ചു ബാക്കി വരുന്ന ധനം അത്രയും നിധിയാണെന്നും അവ സ്വകാര്യമായി അവകാശപ്പെടുത്താൻ വ്യക്തികൾക്കാവില്ലെന്നും മാത്രമല്ല, ബൈത്തുൽ മാലിലെ സമ്പത്ത് മുഴുവൻ നിർധരരായ ജനങ്ങൾക്ക് വിതരണം ചെയ്ത് ഒഴിവാക്കണമെന്നുമൊക്കെയുള്ള നിലപാടുകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇസ്ലാമിലെ ആദ്യ സോഷ്യലിസ്റ്റ് എന്നുകൂടി അറിയപ്പെടുന്നത് ഇതൊക്കെ കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ജനസമ്മതി ദിനം പ്രതി വർദ്ധിക്കുന്നത് കണ്ട മുആവിയ ഇത് തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിവരമറിയിച്ചു. അദ്ദേഹത്തെ മദീനയിലേക്ക് അയക്കാനായിരുന്നു തലസ്ഥാനത്ത് നിന്ന് ലഭിച്ച ഉത്തരവ്. റസൂലിന്റെ വിശ്രുതനായ ഒരു അനുചരനോട് അപമര്യാദയോട് പെരുമാറാൻ മാത്രം അപക്വനായിരുന്നില്ല മുആവിയ. അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് അബൂദർ തിരികെ എത്തി. ഖലീഫ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. എന്നാൽ താൻ നടന്നു തീർത്ത മദീനയല്ല ഇന്നത്തെ മദീനയെന്നും നിരവധി കെട്ടിടങ്ങളും നിർമ്മാണങ്ങളും നഗരപ്രാന്തങ്ങളും കടന്ന് സൽആ പർവ്വതം വരെ വ്യാപിച്ചു കിടക്കുന്നത് കണ്ട അബൂദറിനെ വളരെയേറെ അസ്വസ്ഥത പിടിമുറുക്കി കഴിഞ്ഞിരുന്നു. തന്റെ നിലപാടുകളിൽ മൂർച്ച കൂട്ടുന്ന അബൂദറിനെയാണ് പിന്നീട് മദീനയിൽ കാണാൻ കഴിഞ്ഞത്. ഒടുക്കം വിരക്തമായ ജീവിതത്തിന് ഉതകുന്ന ഒരിടത്ത് മാറി താമസിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് ഖലീഫയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. തങ്ങൾക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം, എങ്കിലും എന്റെ സമീപത്ത് തന്നെ ഉണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് ഉസ്മാൻ അറിയിച്ചു. തുടർന്നാണ് അബൂദർ റബ്ദ എന്ന വിജന ഗ്രാമത്തിലേക്ക് എത്തുന്നതും ഏകാന്തവാസത്തിനിടെ മരണത്തെ പുൽകുന്നതും. ആ ഒറ്റയാൻ പോരാളിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞതാണ്: യർഹമില്ലാഹു അബൂദർ യംശി വഹദ വയമൂതു വഹദ വയുബഅസു വഹദ. ഏകാന്ത യാത്ര, ഏകാന്ത മരണം, ഏകാന്തമായ ഉയർപ്പ്. ഇരിക്കട്ടെ, ഹദീസിലേക്ക് കടക്കാം നമുക്ക്.
അന്ന നാസം മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലൂ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ ചില അനുചരന്മാർ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചകരെ, ദഹബ അഹ്ലു ദുസൂരി ബിൽ ഉജൂർ. നോക്കൂ, നമ്മുടെ സമ്പന്ന വർഗം എല്ലാ പ്രതിഫലങ്ങളും അടിച്ചുകൊണ്ട് പോവുകയാണ്. യുസല്ലൂന കമാ നുസല്ലി, നമ്മൾ നിസ്കരിക്കുന്ന പോലെ ഒരു നിസ്കരിക്കുന്നുണ്ട്. വയസൂമൂന കമാ നസൂം, നമ്മൾ നോമ്പെടുക്കുന്നത് പോലെ ഒരു നോമ്പെടുക്കുന്നുണ്ട്. പക്ഷെ അഡീഷണൽ ആയിട്ട് വയതസദ്ദഖൂന ബിഫുളൂലി അംവാലിഹിം, അവർക്ക് ലഭിച്ച സമ്പത്തിന്റെ ആധിക്യത്തിൽ നിന്നും സ്വതക്കകളും അവർ ചെയ്യുന്നുണ്ട്. ഖാൽ, അപ്പോൾ റസൂല് പറഞ്ഞു, അവലൈസ ഖദ് ജഅലല്ലാഹു ലക്കും മാ തസദ്ദഖൂൻ, അല്ല, സ്വതക്ക ചെയ്യാൻ പോകുന്ന ഒന്നും നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടില്ലേ? എന്നിട്ട് അദ്ദേഹം വിവരിക്കുകയാണ്, ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ സ്വതക്ക, ഓരോ തസ്ബീഹും സ്വതക്കയാണല്ലോ. വകുല്ലി തക്ബീറത്തിൻ സ്വതക്ക, വകുല്ലി തഹ്മീദത്തിൻ സ്വതക്ക, വകുല്ലി തഹ്ലീലത്തിൻ സ്വതക്ക. തക്ബീറും തഹ്മീദും തഹ്ലീലും ഒക്കെയും സ്വതക്കയാണല്ലോ. വ അംറും ബിമഅറൂഫിൻ സ്വതക്ക, വ നഹിയുൻ അൻ മുൻകറിൻ സ്വതക്ക. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സ്വതക്ക തന്നെയാണ്. ഇങ്ങനെ തുടങ്ങി വഫീ ബുലുഇ അഹദിക്കും സ്വതക്ക, നിങ്ങളുടെ ലൈംഗികതയിലും സ്വതക്കയുണ്ട്. ഇത് കേട്ടപ്പോ അവർ ചോദിച്ചു, ഖാലൂ യാ റസൂലല്ലാഹ്, അയഅതി അഹദുന ശഹവതഹു വയകൂന ലഹു ഫീഹാ അജ്ർ, നമ്മളിൽ ഒരുത്തൻ തന്റെ ലൈംഗിക തൃഷ്ണ പൂർത്തീകരിക്കാൻ വേണ്ടി ചെന്നാൽ അതിലും പ്രതിഫലം ഉണ്ടാകുമോ? റസൂല് മറുചോദ്യം ചോദിക്കുകയാണ്, അറഅയ്തും, എന്താ നിങ്ങളുടെ അഭിപ്രായം, ലൗ വലഅഹാ ഫീ ഹറാമിൻ അകാന അലൈഹി വിസ്റുൻ, അവൻ തന്റെ ലൈംഗിക ദാഹം ഒരു ഹറാമായ മാർഗത്തിലാണ് പൂർത്തീകരിച്ചതെങ്കിൽ അതിന്റെ പാപഭാരം അവനുണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാവൂലേ. എങ്കിൽ ഫകദാലിക ഇദാ വലഅഹാ ഫിൽ ഹലാൽ, അവൻ ഹലാലായ മാർഗത്തിലൂടെ അത് പൂർത്തീകരിച്ചാൽ കാന ലഹു അജ്ർ, അവൻ അതിന് പ്രതിഫലമുണ്ട് തീർച്ച. ഇതാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ജനങ്ങളുടെ മൂടുറച്ചുപോയ ചില ധാരണകളെ തിരുത്തുന്നു എന്നതാണ് ഈ ഹദീസിന്റെ വലിയൊരു പ്രത്യേകത. എൻഡ്ലെസ് ആയിട്ടുള്ള സുഹൃത സാധ്യതകളെ കുറിച്ച് എൻലൈറ്റൺ ചെയ്യുന്നു എന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. റസൂലിന്റെ സഹാബാക്കൾ മുഴുവനും നന്മകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകതരം മത്സരബുദ്ധി കാത്തു സൂക്ഷിച്ചിരുന്നു. അത് അള്ളാഹു പ്രോത്സാഹിപ്പിച്ച കാര്യം കൂടിയാണ്. മറ്റുള്ളവരുടെ സുഹൃതങ്ങളോട് അസൂയാവഹമായൊരു മതിപ്പുണ്ടാകുമായിരുന്നു അവർക്ക്. എവിടെയെങ്കിലും തന്റെ വേഗത കുറഞ്ഞു പോയാൽ അവർ റസൂലിന്റെ അടുക്കലേക്ക് ഓടിയെത്തും ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അക്കൂട്ടത്തിൽ നാട്ടിലെ ദരിദ്രരായ ചിലരുടെ സങ്കട ഹരജിയാണ് ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. സമ്പന്നരെ കുറിച്ചുള്ള പരിവേദനമാണ് ഹരജിയിലുള്ളത്. അത് പക്ഷെ അവരുടെ കെട്ടിടങ്ങളെയോ ഭക്ഷണത്തെയോ വസ്ത്രങ്ങളെയോ മറ്റെന്തെങ്കിലും ഭൗതിക വിഭവങ്ങളെയോ ചൊല്ലിയുള്ള പരാതി ആയിരുന്നില്ല. അങ്ങനെ ഒന്ന് സ്വഹാബത്തിന്റെ ഭാഗത്ത് നിന്ന് അചിന്തനീയമാണ് താനും. മറിച്ച് സ്വതക്ക ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതെ പോയത് കൊണ്ടുള്ള ഒരു സങ്കട പറച്ചിലായിരുന്നു അത്. കാരണം നിസ്കാരം, നോമ്പ് പോലുള്ള ദേഹപ്രാധാന്യമുള്ള കർമ്മങ്ങൾ ആർക്കും ചെയ്യാം. എന്നാൽ ദാനധർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ സമ്പത്ത് തന്നെ വേണമല്ലോ. അവിടെ സമ്പന്നർ 2 ലാപ്പ് മുന്നേ ഓടുന്നു. ഇതാണ് ഇവരുടെ പ്രശ്നം. വാസ്തവത്തിൽ സ്വതക്ക ചെയ്യാൻ സമ്പത്ത് തന്നെ വേണോ എന്ന മർമ്മപ്രധാനമായൊരു തിരുത്തലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരണം എന്ന നിലക്ക് നടത്തിയത്. സ്വതക്ക ചെയ്യാൻ പോകുന്ന ഒന്നും നിങ്ങളുടെ കൈവശമില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലാത്തതായിട്ട് ആരാണുള്ളത്? ഒരു കാരക്കച്ചീളോ, ഒരു ബോട്ടിൽ വെള്ളമോ, ഒരു കുബൂസിന്റെ കഷ്ണമോ, ഏതാനും ചില്ലറ തുണ്ടുകളോ ഷെയർ ചെയ്യാൻ പറ്റാത്തത് ആരുണ്ട്? പോട്ടെ, ആളുകളോട് നന്നായി പെരുമാറാനും സംസാരിക്കാനും സാധിക്കുമോ? അതുമല്ലെങ്കിൽ കേട്ടു നിന്നു കൊടുക്കാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കാൻ പോലും കഴിയാത്ത ദാരുണാവസ്ഥയിലാണോ നമ്മളുള്ളത്? ചിലപ്പോ ചിലരെങ്കിലും ഈ പറഞ്ഞതിന് പോലും സാധ്യമല്ലാത്ത ഒരവസ്ഥയിൽ ഉണ്ടാവാം, ശരിയാണ്. എങ്കിൽ പരബന്ധമൊന്നുമില്ലാതെ തന്നെ തന്റെ സൃഷ്ടാവിൽ വിലയം പ്രാപിക്കാലോ, ദിക്ർ ദുആകൾ ചെയ്യാലോ. അവിടെ സമ്പത്തോ ആരോഗ്യമോ മാറ്റർ ചെയ്യുന്നില്ലല്ലോ. ഇൻട്രോവേർഷൻ ആണോ എക്സ്ട്രാവേർഷൻ ആണോ അതും വിഷയമാകുന്നില്ലല്ലോ. അപ്പൊ ധാരാളമായി തക്ബീറുകൾ, തഹ്മീദുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ ഇവയെല്ലാം ശീലമാക്കിക്കൊള്ളൂ. അവയെല്ലാം സ്വതക്കയായി ഗണിക്കപ്പെടും. ഈ സുഹൃത സാധ്യതയുടെ ആഴം വ്യക്തമാക്കുന്ന ഒരു ഉദാഹരണം കൂടി റസൂൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഫീ ബുൽഇ അഹദിക്കും സ്വതക്ക, ഭാര്യ ഭർത്തൃ ലൈംഗികതയിലും സ്വതക്കയുണ്ട് എന്ന്. ഇത് താരതമ്യേന ഉൾക്കൊള്ളാൻ പ്രയാസ കൂടുതലുണ്ടായിരുന്നു അവർക്ക്. വളരെ ലളിതമായൊരു യുക്തിയിലൂടെയാണ് അദ്ദേഹം അത് വ്യക്തമാക്കി കൊടുത്തത്. തന്റെ ലൈംഗികദാഹം വളഞ്ഞ വഴിയിലൂടെയോ വഴിവിട്ട രീതിയിലോ ശമിപ്പിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ അത് പാപമാണെന്നും ശിക്ഷാർഹമാണെന്നും ആർക്കും അറിയാം. എങ്കിൽ അതേ കാര്യം അനുവദനീയമായ മാർഗത്തിലൂടെ ആകുമ്പോൾ അതിന് പ്രതിഫലം വേണ്ടതല്ലേ? നോക്കൂ, ഈ ഹദീസ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം അടിസ്ഥാനപരമായി സ്വതക്ക എന്നത് നാം ചിലവഴിക്കുന്ന വസ്തുവകകളെയല്ല, മറിച്ച് ചിലവഴിക്കാൻ തൽപരമായ നമ്മുടെ മനസ്സിനെയാണ് തേടുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവപ്രീതി തേടിക്കൊണ്ടുള്ള അനക്കങ്ങളും നിശ്വാസങ്ങൾ വരെയും സ്വതക്കയായി പരിവർത്തിപ്പിക്കാൻ നമുക്ക് കഴിയും. ഈ ആശയത്തോട് ഒട്ടി നിൽക്കുന്ന വേറെയും ഹദീസുകൾ നമുക്ക് ധാരാളം കാണാൻ പറ്റും. എല്ലാം ഒന്നിനൊന്ന് അടിവരയിട്ട് പറയുന്നത് നന്മകളുടെ നാനാമുഖങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് 3 കാര്യങ്ങൾ ഒന്നുകൂടെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാം. ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം ഒരിക്കലും കുശുമ്പിൽ നിന്നോ കുന്നായ്മയിൽ നിന്നോ ഉണ്ടായതല്ല.
മറിച്ച് ദൈവപ്രീതിക്കായുള്ള അലച്ചിലിൽ നിന്നുണ്ടായതാണ്. 2, അപ്പോഴും അവരുടെ ഉള്ളിൽ കിടക്കുന്ന തെറ്റിദ്ധാരണയെ നീക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, റമദാൻ പുണ്യകരമായൊരു മാസമായതിനാൽ അത് കഴിയുന്നതുവരെ ലൈംഗികത പാടില്ല എന്നൊക്കെ കരുതിപ്പോന്നിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. രാവും പകലും അത് പാടില്ലെന്ന്. എന്നതുപോലെ സ്വയം നിശ്ചയിക്കുന്ന ചില തെറ്റിദ്ധാരണകളുടെ പുറത്താണ് ആളുകൾ മുന്നോട്ട് പോകുന്നത്. സ്വതക്കയുടെ അനന്തമായ സാധ്യതകളിലേക്ക് വെളിച്ചം വീശുകയാണിത്. ഇക്കാര്യം തൊട്ടടുത്ത ഹദീസിലും കൂടി വിവരിക്കുന്നുണ്ട്. 3-ാമത്തെ പോയിന്റ് സ്വതക്കയുടെ പ്രാധാന്യം തന്നെയാണ്. തന്നെ കൊണ്ടാവില്ലല്ലോ എന്ന് പരിതപിച്ച് കാലം കഴിക്കുന്നതിനു പകരം തന്നിലേക്ക് സൂക്ഷ്മമായൊന്ന് തിരിഞ്ഞു നോക്കുക. അനവധി അനുഗ്രഹങ്ങളുടെ വിളനിലയമാണ് താൻ എന്ന് അപ്പോൾ മനസ്സിലാകും. അപ്പൊ പിന്നെ തന്നെ കൊണ്ട് എന്താണ് സാധിക്കുക എന്ന് മറ്റൊരാളും പറഞ്ഞു തരേണ്ടി വരികയുമില്ല. നോക്കൂ, ഇவ்விധം സുഹൃതങ്ങളിലേക്ക് ചുവടുവെക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകളാണ് ഇനിയും വരാനിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.